RLV രാമകൃഷ്ണനെതിരെയുള്ള ജാതി അധിക്ഷേപ കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചു. നെടുമങ്ങാട് SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സത്യമൊരിക്കൽ ബോധ്യപ്പെടും, ആരെയും അവഹേളിച്ചിട്ടില്ലെന്നും സത്യഭാമ പ്രതികരിച്ചു. പൂർണ്ണമായിട്ട് 100% വിശ്വാസമാണ്. പിന്നെ സത്യം വഴിയെ നല്ല രസമായിട്ട് അത്ര എനിക്ക് സുലേഖ ചേരുന്നു. സുലേഖ, കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എങ്ങനെയാണ് സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചത്? ഷമി, നെടുമങ്ങാട് SC/ST കോടതിയാണ് സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചത്. RLV രാമകൃഷ്ണനെതിരെയുള്ള ജാതി അധിക്ഷേപത്തിൽ നേരത്തെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ആ സമയത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നെടുമങ്ങാട് SC/ST കോടതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഇന്ന് സത്യഭാമയും സത്യഭാമയുടെ അഡ്വക്കേറ്റ് ആളൂരും രണ്ടുപേരും ചേർന്ന് നെടുമങ്ങാട് കോടതിയിലെത്തിയത്. ഇവിടെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ വാദം പൂർത്തിയായിരുന്നു. ഈ വാദത്തിന് ശേഷം 2 മണിയോടെയാണ് ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് ഇന്ന് 2:30-യോടെയാണ് ഈ ജാമ്യാപേക്ഷയിൽ വിധി കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ജാമ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് പോലീസ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അതിനൊപ്പം തന്നെ സമാന കുറ്റകൃത്യം ഇനി ആവർത്തിക്കരുത്, പരാതിക്കാരനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളുണ്ട് ഈ ജാമ്യത്തിനൊപ്പം തന്നെ. അതേപോലെ തന്നെ 50,000 രൂപയും ഒപ്പം 2 ആൾക്കാരുടെയും ജാമ്യത്തിലാണ് സത്യഭാമയ്ക്ക് ഇപ്പോൾ ഈ RLV രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപത്തിൽ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ സത്യഭാമ ജാമ്യം ലഭിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ശേഷം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സത്യം ഒരിക്കൽ ബോധ്യപ്പെടുമെന്നുള്ള കാര്യമാണ്. താൻ ആരെയും അവഹേളിച്ചിട്ടില്ല, കോടതിയിൽ വിശ്വാസമുണ്ട് എന്നുള്ള കാര്യം കൂടി സത്യഭാമ വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ സത്യഭാമയുടെ വക്കീൽ കോടതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് കറുത്ത കുട്ടി എന്നത് ഒരിക്കലും RLV രാമകൃഷ്ണനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ല. നൃത്ത അധ്യാപിക എന്ന നിലയിൽ ആണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്. ആ പരാമർശം ഒരിക്കലും ജാതീയമായി ആരെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല. അധ്യാപിക എന്ന നിലയിൽ, നൃത്താധ്യാപിക എന്ന നിലയിലുള്ള ഒരു കാര്യമാണ്, നൃത്തത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് താൻ പറഞ്ഞതെന്നാണ് സത്യഭാമ പറഞ്ഞതെന്നാണ് അഡ്വക്കേറ്റ് വാദത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ സ്ത്രീ എന്നുള്ള പരിഗണന ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അത് നേരത്തെ തന്നെ സത്യഭാമയ്ക്കും ഒപ്പം സത്യഭാമയുടെ അഡ്വക്കേറ്റിനും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ RLV രാമകൃഷ്ണൻ കോടതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ കേസായി കാണാൻ കഴിയില്ല. സംഭവശേഷം ഈ മാധ്യമങ്ങളോട് പ്രതികരണങ്ങൾ തീരുന്ന സമയത്ത് മാധ്യമങ്ങളോടടക്കം ഇത്തരത്തിലുള്ളൊരു സംഭാഷണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാക്കുകൾ സത്യഭാമ ഉപയോഗിച്ചു. RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു.